അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാളെ മുതലേ രണ്ട് സംവിധാനങ്ങളാണ് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹിദായത്ത്, മറ്റേത് ലലാലത്ത്. ഇത് രണ്ട് സംവിധാനങ്ങളാണ്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് തന്നെ ഈ കാര്യം അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. സൂറത്തു ദഹ്റിന്റെ തുടക്കത്തിൽ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പറഞ്ഞതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അഭൗതിക ലോകത്ത്, ആകാശ ലോകത്ത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണം നടന്ന സന്ദർഭത്തെ പറ്റിയാണ് ആ സൂചന. നിങ്ങൾക്കൊന്നും നിങ്ങളെപ്പറ്റി മനസ്സിലാവാത്തൊരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന്. എന്താണെന്ന് നിങ്ങൾക്ക് തിരിയാത്തൊരു കാലം. അതേ, വസ്തുക്കളെ വെച്ചുകൊണ്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ആകാശലോകത്താണ് നിങ്ങളുടെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത്. അത് അസ്ബാബിന്റെ ലോകത്ത് അസ്ബാബുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ ആയത്തിന്റെ സൂചന. അതെ, ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണത്. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചത് പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചാണ്. പ്രത്യുൽപാദനം നടക്കുന്നത് ഭൂമിയിലാണ്. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അസ്ബാബുകളെ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൗനിയായ ഇൽമ കൊണ്ട്, സയൻസിന്റെ ഇൽമ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദനം നാം നടത്തിയത് എങ്ങനെയാണ്? ഒരു തുള്ളി ശുക്ലം ഉപയോഗിച്ചുകൊണ്ടാണ്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, പല മിശ്രിതങ്ങൾ കൂട്ടിക്കലർക്കപ്പെട്ട ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യന്റെ പ്രത്യുൽപാദനം നടത്തിയത്. വളരെ കൃത്യമായ കാര്യമാണ്. ഉൽപ്പത്തി നിർമ്മാണവും ശുക്ലവുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് ഏത് ശുക്ലത്തെയാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്? ഏത് ബാപ്പാനെയാണ് അല്ലാഹു ഉപയോഗിച്ചത്? ആദമിന് വേണ്ടി ഏത് ഉമ്മാനെയാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്? ഹവ്വാക്ക് വേണ്ടി ഏത് ശുക്ലത്തെയാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്? ഹവ്വാക്ക് വേണ്ടി ഏത് ബാപ്പാനെയാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്? വളരെ കൃത്യമായ കാര്യമല്ലേ? കൗനിയായ അസ്ബാബുകളെ കൊണ്ട്, അതായത് സാങ്കേതിക ജ്ഞാനത്തിലൂടെ ആ നിർമ്മാണം മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല കാര്യം പറഞ്ഞത് അങ്ങനെയാണ്. അന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം എന്ന്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ആദമിനെ പോലെയാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ആദമിന്റെ നിർമ്മാണം നടന്നതുപോലെ ഒരു അഭൗതിക വ്യവസ്ഥിതിയിലാണ് ഈസാ നബിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സയന്റിഫിക്കലായി കൂടുതൽ ഗവേഷണം ചെയ്തിട്ട് ഈസാ നബിനെ പഠിക്കാൻ മെനക്കെടേണ്ട, അല്ലാഹു അറിയുമ്പോൾ അങ്ങ് കേട്ടാൽ മതി അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. തീർച്ചയായും ഈ മനുഷ്യന്റെ മുമ്പിൽ നാമാണ് തുറന്നിട്ട് കൊടുത്തത് രണ്ട് പാതകളെ. ഒന്നിക്കിൽ ഇമ്മാ ഷാക്കിറ, ഈമാന്റെ വഴി, ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ കുഫറിന്റെ വഴി. ശുക്രിന്റെ വഴി ഹിദായത്തിൻ്റെതാണ്, കുഫറിന്റെ വഴി ലലാലത്തിൻ്റെതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയെ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ഒന്നാമത്തെ തീയതി മുതൽക്ക് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെയും ലലാലത്തിനെയും മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാളെ മുതൽ തന്നെ രണ്ട് സംവിധാനങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഹിദായത്തിന്റെ പ്രചരണവും പ്രബോധനവുമാണ്. അതിന് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത് നുബുവത്തിനെയും റിസാലത്തിനെയും ആണ്. ഹിദായത്ത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്ന വഴി, സുന്നത്ത്, അല്ലാഹുവിന്റെ നടപടിക്രമം, നബിയെയും റസൂലിനെയും നിയോഗിച്ച് വഹിയിലൂടെ വിഷയങ്ങൾ അറിയിച്ചു കൊടുത്ത് മനുഷ്യരെ ഉത്ബുദ്ധരാക്കി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ അല്ലാഹ് എന്ത് തെരഞ്ഞെടുക്കണമെന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിയാ മുർസലീങ്ങളെ അല്ലാഹു നിയോഗിച്ചയച്ചിരിക്കുന്നത്. ഇപ്പൊ ഹിദായത്തിന്റെ ദഅവത്ത്, ഹിദായത്തിന്റെ പ്രബോധനത്തിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന മീഡിയ നുബുവത്തും റിസാലത്തും ആണ്. നുബുവത്തിനെയും റിസാലത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ നടപ്പിൽ വരുന്നത്. ഒന്ന് അൽ ഈമാൻ, മറ്റേത് അൽ അഅ്മാൽ. ഈമാനും അഅ്മാലും നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഹിദായത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ലലാലത്തിന് വേണ്ടി അല്ലാഹു തആല ഏർപ്പാടാക്കിയത് എന്താണ്? അതോ ലലാലത്ത് അല്ലാഹു തആല വിട്ടുകളഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതാണോ? അല്ല. ഹിദായത്ത് ഏത് രീതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പ്ലാൻഡ് പരിപാടിയാണോ
അതേപോലെ തന്നെ ലലാലത്തിന്റെ കാര്യവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്ലാന്റ് പരിപാടിയാണ്. ഹിദായത്തിനെ യാഥാർത്ഥ്യമായും ലലാലത്തിനെ സാങ്കല്പികമായും അവതരിപ്പിക്കുകയല്ല അള്ളാഹു താല ചെയ്തത്. ലലാലത്ത് ലോകത്തുണ്ടാകുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും ആണ്. അധികാരവും പണവും ഹിദായത്തിന്റെ ദഅവത്തുമായി അള്ളാഹു താല ബന്ധപ്പെടുത്തിയിട്ടേ ഇല്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. നേരെ മറിച്ച് ലലാലത്ത് ലോകത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നതിന് അള്ളാന്റെ സംവിധാനമാണ് അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും. ചരിത്രം പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനെ ഭൂമിയിൽ അധികാരിയായിട്ട്, ഭരണാധികാരിയായിട്ടാണോ നിയമിച്ചിരിക്കുന്നത്, പ്രവാചകനായിട്ടാണോ നിയമിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. അല്ലാഹു തആല ഭൂമിയിൽ മനുഷ്യ ചരിത്രം നിയന്ത്രിക്കുന്നതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ആദമാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഇസ്തഫ, അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദമിനെ. പിന്നെ അള്ളാഹു പറഞ്ഞത് വ നൂഹൻ, നൂഹിനെ. പിന്നെ പറഞ്ഞത് വാല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തെ. പിന്നെ പറഞ്ഞത് വാല ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബത്തെ, അതായത് മൂസ ഈസ മുതലായവരുടെ കുടുംബത്തെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് തുടക്കത്തിൽ കൊണ്ടുവന്ന മനുഷ്യൻ രാജ്യം ഭരിക്കുന്നവനായിട്ട് വന്നതാണോ, അഥവാ ഹിദായത്ത് പ്രബോധനം ചെയ്യുന്നവരായിട്ട് വന്നതാണോ, ലലാലത്ത് പ്രബോധനം ചെയ്യുന്നവരായിട്ട് വന്നതാണോ? ആദ്യം തുടങ്ങിയത് ഏതാണ്? മുൻഗണനാക്രമം ഏതാണ്? വല്ലാഹി മുൻഗണനാക്രമം ഹിദായത്താണ്. മുൻഗണനാക്രമത്തിൽ ഒന്നാമത്തത് ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യരിലെ തുടക്കക്കാരന് നൽകിയിരിക്കുന്നത് നുബുവത്താണ്. അതുകൊണ്ടാണ് ആദം നബിയായത്. ആദം വല്ലാഹി ഭരണാധികാരിയല്ല. ഈ ഭൂലോകത്ത് രാജ്യഭരണവുമായി അല്ലെങ്കിൽ ലോകഭരണവുമായി ആദമിന്റെ നുബുവത്തിന് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ലക്ഷ്യം ഈ ഭൂമിയിൽ മനുഷ്യൻ അധികാരം സ്ഥാപിക്കലല്ല, മറിച്ച് ആദർശം സ്ഥാപിക്കലാണ്, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകലാണ്. എന്തുകൊണ്ട്? ഒരു വഴിപോക്കൻ മാത്രമാണ് ഭൂമിയിൽ മനുഷ്യൻ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ് ഭൂമിയിൽ മനുഷ്യൻ. അത് തുടക്കത്തിൽ തന്നെ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് ആ വിഷയം. ആദമിനെയും ഹവ്വാനെയും ഭൂമിയിൽ കുടിയിരുത്തുന്ന അന്ന് തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഫീഹാ തഹ്യൗൻ, ഈ ഭൂമിയിലാണ് ഇനി നിങ്ങൾ ജീവിക്കേണ്ടത്, വഫീഹാ തമൂതൂൻ, ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു ദിവസം മരിക്കണം, വമിൻഹാ തുഖ്റജൂൻ, എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളെ മുഴുവനും ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കും. അന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം അന്നേ ഉണ്ടാവുള്ളൂ, ഇപ്പോഴുണ്ടാവില്ല. ഇത് ഖുർആനാണ്. ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ആദ്യത്തെ മനുഷ്യന് നൽകിയ നിർദ്ദേശമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിർദ്ദേശം അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യർക്ക് അധികാരം നടത്തി അതിലൂടെ ഹിദായത്ത് ഉണ്ടാക്കാനാണോ നിർദ്ദേശിച്ചത്? ഹിദായത്ത് ഉണ്ടാക്കി അതിലൂടെ അധികാരത്തെ ഉപയോഗപ്പെടുത്താനാണോ നിർദ്ദേശിച്ചത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ നബിയാക്കി എന്നത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിച്ച മനുഷ്യർക്ക് ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തത് ഹിദായത്താണ് എന്നതിന് തെളിവ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഷയം വെച്ചുകൊണ്ടാണ് നുബുവത്ത് അനുസരിച്ച് ഭാര്യ മക്കളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവ്വ ഭാര്യ, മക്കള് 40 മക്കള്, ആ മക്കള്, അവരെ വേറെ കുട്ടികള്, ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ തലമുറകള്, ഇവരൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭരിക്കുകയായിരുന്നോ അതോ ഹിദായത്ത് പരിശീലിപ്പിക്കുകയായിരുന്നോ? വല്ലാഹി ഹിദായത്ത് പരിശീലിപ്പിക്കുകയായിരുന്നു. കാരണം ഭരണം ആദർശവുമായി ബന്ധപ്പെട്ടതല്ല, ഭരണം എന്നത് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ട വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഭരണം എന്നത്. അതുകൊണ്ട് തന്നെ ആദർശത്തിന് ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്താണ്? തുടക്കത്തിൽ തന്നെ ലക്കും ഫിൽ അർളി മുസ്തഖർ, താമസിക്കാനുള്ള സൗകര്യം ഞാൻ തന്നെ തർത്തീബാക്കിയിട്ടുണ്ട്, വമത്താഉൻ, തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടും ഞാൻ തന്നെ തർത്തീബാക്കിയിട്ടുണ്ട്, ഇലാഹീനു, നിശ്ചിത സമയം വരെ. അപ്പൊ തിന്നുക, കുടിക്കുക, ഉറങ്ങുക മുതലായ കാര്യങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. ഈ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട്. അത് അധ്വാനിച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മൂത്ത മോനായ കാബീലിന് ആട്ടിടയനായി കൃഷിപ്പണി പഠിപ്പിച്ചു. രണ്ടാമത്തെ മോനായ ഹാബീലിന് കാടുകളിൽ നിന്ന് ആട്ടിൻകൂട്ടങ്ങളെ പരിധിപ്പിച്ചു കൊണ്ടുവന്ന് വളർത്തി അതിനെ ഉൽപ്പാദിപ്പിച്ച് അതിനെ ഒരു ആട്ടിടയനായിട്ട് വളർത്തിക്കൊണ്ടുവന്നു.
രണ്ട് മക്കൾക്കും ജീവിതോപാധികൾ, അതായത് ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നുള്ള ഏർപ്പാടാണ് നൂഹ് നബി ആദം അലൈഹിസ്സലാമ ചെയ്തത്. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഈ കൃഷിയും അതേപോലെ തന്നെ ഈ ഫാമിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ കച്ചവടം മുതലായ കാര്യങ്ങളും അതേപോലെയുള്ള ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ട ഏർപ്പാടാണോ അല്ലാഹു തആല ചെയ്തത്, അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണോ ചെയ്തത്? തുടർന്നുള്ള ആയത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ് അല്ലാഹു തആല ആദമിനോട് നിർദ്ദേശിക്കുന്നത്? ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ فمن تبع هدايا فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. കൃത്യമാണ് കാര്യം. ആദം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ വസ്തുക്കളെ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ആട്ടിനെ മേയ്ക്കണം, എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ തെങ്ങ് നടണം, എങ്ങനെ തേങ്ങ ഉൽപ്പാദിപ്പിക്കണം, ഇതൊന്നുമല്ല അടിസ്ഥാന വിഷയം. ഈ വിഷയങ്ങളൊക്കെ മനുഷ്യന്റെ നേച്ചറലായിട്ട് അല്ലാഹു തആല പ്രകൃതിയിൽ തന്നെ തന്നിരിക്കുന്നതാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കാനുള്ള സാമർഥ്യം മനുഷ്യർ ബലഹീനതാണ്. മറ്റ് ഈച്ചയായാലും പ്രാണിയായാലും അതിന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുന്ന സാമർഥ്യം നമ്മൾ കണ്ടതാണല്ലോ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ. ഒരു ഈച്ച ഇരപിടിക്കുന്ന രീതി, ഒരു പൂച്ച ഇരപിടിക്കുന്ന രീതി എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. മനുഷ്യൻ മാത്രമാണ് അക്കാര്യത്തിൽ പിന്നെയും ബലഹീനൻ. വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ തലയും തലച്ചോറും ഒക്കെ അതിന് ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന രീതിയിൽ ആവശ്യങ്ങളെ പൂർത്തിയാക്കിക്കോ, ചോറ് ഇങ്ങനെ ഉണ്ടാക്കിക്കോ, കറി ഇങ്ങനെ ഉണ്ടാക്കിക്കോ, ചികിത്സ ഇങ്ങനെ നടത്തിക്കോ, ഇന്ന മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചോ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തെങ്ങ് കേട്ടോ, ഇന്ന രീതിയിൽ മാവ് കേട്ടോ, ഇതൊന്നല്ല അല്ലാഹു തആല ആദമിന് കൊടുത്ത നിർദ്ദേശം. ഓ ആദം, നീ നിന്റെ സാമർഥ്യം, നിന്റെ മാനുഷികമായ കഴിവ്, തബഈയായ പ്രകൃതിപരമായ നിന്റെ കഴിവ് ഉപയോഗിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഭാഗത്തുനിന്ന് ആ ഉപയോഗത്തിന് വരുന്ന നിർദ്ദേശങ്ങൾ വല്ലതുമുണ്ടോ എന്നാണ്. ആ നിർദ്ദേശങ്ങൾ നീ പാലിച്ചിട്ടാണ് നിന്റെ ആവശ്യം പൂർത്തിയാക്കുന്നതെങ്കിൽ നിന്റെ ഹിദായത്ത് നിലനിൽക്കും. എന്റെ നിർദ്ദേശം പാലിക്കാതെ നീ നിന്റെ ഹവയനുസരിച്ചിട്ടാണ് ആവശ്യം പൂർത്തിയാക്കുന്നതെങ്കിൽ ഹിദായത്തിന് പകരം നിനക്ക് നിലനിൽക്കുക ലലാലത്തായിരിക്കും. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫമൻ തബിയ ഹുദായി, അങ്ങനെ എന്റെ ഹിദായത്തുകളെ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം, ഭൂമിയിൽ അവർക്ക് പേടിക്കേണ്ടി വരില്ല, വലാ ഹും യഹ്സനൂൻ, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടിയും വരില്ല. ഖൗഫ് ഹുസ്നി രണ്ട് വാക്കാണ്. ഒന്ന് ഫലാ ഖൗഫുൻ അലൈഹിം, ദുനിയാവിൽ ആരെയും പേടിക്കേണ്ടി വരില്ല, വലാ ഹും യഹ്സനൂൻ, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടിയും വരില്ല. ഇതാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ ഓർഡർ. ആദർശവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് നൽകിയ ഒരു ഓർഡറാണ്. രണ്ടാമത്തെ അല്ലാഹു തആല രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ്? അല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കാൻ നിങ്ങൾ വസ്തുക്കളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ താല്പര്യം, നിങ്ങളെ ഹവ, നിങ്ങളെ ചിന്ത, നിങ്ങളെ സയൻസ്, നിങ്ങളെ തലച്ചോറ്, നിങ്ങളുടെ ലോജിക്ക്, ഇതൊക്കെ അനുസരിച്ചാണ് ഭൂമിയുടെ മുകളിൽ വസ്തുക്കളെ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ്, എന്റെ ഹിദായത്തുകളെ വിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹിദായത്താണ് സ്വീകരിക്കുന്നതെങ്കിൽ ഉലൈക അസ്ഹാബുൻ നാർ, അക്കാരണത്താൽ തന്നെ അവർ നരകത്തിൽ ഞാൻ ഇട്ടുകൈക്ക് ശിക്ഷിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, നരകത്തിൽ അവർ ശാശ്വതമായി. അപ്പൊ സ്വർഗപ്രവേശനത്തിനും നരകപ്രവേശനത്തിനും അള്ളാഹു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോയാൽ ഇവിടെ പേടിക്കേണ്ട, ആവശ്യങ്ങൾ കൃത്യമായി നടക്കും, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടിയും വരില്ല. ലലാലത്താണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും, ഇവിടെ നിങ്ങൾ ഭയപ്പെടേണ്ടി വരും, നാളെ ആഖിറത്തെത്തിയാൽ ദുഃഖിക്കേണ്ടിയും വരും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ കൊണ്ട് ഈ പോളിസിയാണ് നടപ്പിലാക്കിയത്. ഒന്നാമത്തെ തലമുറ, രണ്ടാമത്തെ തലമുറ, മൂന്നാമത്തെ തലമുറ, അഞ്ചാമത്തത്, 10ാമത്തെ തലമുറ വരെ അല്ലാഹു മറ്റൊരു സംവിധാനം ലോകത്ത് ഉണ്ടാക്കിയതായിട്ട് ചരിത്രത്തിൽ നാം കാണുന്നില്ല. ഹിദായത്ത് പ്രചരിപ്പിക്കാനുള്ള ഏർപ്പാടല്ലാതെ, നുബുവത്തിന്റെ ഏർപ്പാടല്ലാതെ, വഹയിന്റെ ഏർപ്പാടല്ലാതെ മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബദൽ സംവിധാനം ഈ 10 തലമുറയിൽ ഉള്ളതായി ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ താരീഖ് കൊണ്ടോ മനസ്സിലാകുന്നില്ല. 10 തലമുറകൾ കഴിഞ്ഞതിന് ശേഷമാണ് രാജ്യം ഭരിക്കുക എന്ന ചിന്ത ലലാലത്തിന്റെ പ്രബോധനത്തിലൂടെ ലോകത്തുണ്ടായി വരുന്നത്. ലലാലത്തിന്റെ പ്രബോധനവുമായിട്ടാണ് രാജ്യഭരണത്തിന് ബന്ധം.
ചിലർക്കൊരു ധാരണയുണ്ട് ഇസ്ലാമിക ഭരണം എന്നൊക്കെ ഉൽപ്പതിഷ്ണുക്കളോ അല്ലെങ്കിൽ ഷീഈ ചിന്തകന്മാരോ അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ എതിരാളികളായ ഇറാനിയൻ ജൂതായിസമോ ഇവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞൊരു ശൈത്താനി കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാഹി അത് ബാത്തില. അങ്ങനെ ചിന്ത ഇസ്ലാമിലില്ല. ഇസ്ലാമിക ഭരണം എന്നൊരു സംവിധാനമേ ദീനുൽ ഇസ്ലാമിലില്ല. ചരിത്രം പരിശോധിക്കും. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറയിലാണ് പുരോഹിത വർഗം കടന്നു വരുന്നത്. ഭരണകൂടത്തിന്റെ ആസ്ഥാനം എപ്പോഴും പുരോഹിതന്മാരാണ്. തുടക്കം പുരോഹിതരിൽ നിന്നാണ്. പുരോഹിതന്മാരുടെ ജോലി എന്താ? ഹിദായത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരോഹിതന്മാർ മനുഷ്യന്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കാൻ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംഗതികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വം. പുരോഹിതന്മാർ ആദ്യമായിട്ടത് ചെയ്തത് ജാറങ്ങൾ വെച്ചുകൊണ്ട് സാധാരണക്കാരന്റെ മനസ്സിനെ ആത്മീയവൽക്കരിക്കുകയാണ്. ആ ആത്മീയവൽക്കരണം ഹിദായത്തിന് വേണ്ടിയാണോ ദലാലത്തിന് വേണ്ടിയാണോ? വല്ലാഹി ദലാലത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ട്? ആവശ്യ പൂർത്തീകരണത്തിന്റെ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് ഒരു ആത്മീയ ബന്ധം വേണം. ആത്മീയ ബന്ധമില്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ആ ആത്മീയ ബന്ധത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവർ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും നബിമാരുടെയും ഔലിയാക്കളുടെയും മരിച്ചുപോയ സ്ഥലങ്ങളാണ്. അല്ലെ ചരിത്രം? തുടക്കമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തുടക്കത്തെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ തുടക്കം കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും പറയാനും തയ്യാറാകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയെടുത്ത ബാത്തില് ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കണമെങ്കിൽ ആദർശപരമായ നിർദ്ദേശങ്ങളിൽ നിന്നൊരു ജഹാലത്തി ഉമ്മത്തെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിക്ക് പറയാൻ ഇവർ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഷിഈയ്യത്ത് ലോകത്ത് ഭൂരിപക്ഷമായത്. ഷിഈയ്യത്ത് എന്ന മതം ഉണ്ടായത് തന്നെ ഭൂലോകത്ത് ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആധുനിക കേന്ദ്രമാണ് ഇറാൻ. വർത്തമാനകാല കേന്ദ്രമാണ് ഇറാൻ. 1200 കൊല്ലമായിട്ട് ഷീഈ ചരിത്രം ഇസ്ലാമിനെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ മുഹമ്മദുർ റസൂലുള്ളാഹിയെ മാറ്റി നിർത്തി. അലി റളിയല്ലാഹു അൻഹുവിനെ തൽസ്ഥാനത്ത് നിർത്തി. അലിയിൽ നിന്ന് ബാപ്പ അബൂതാലിബിലേക്കും അബൂതാലിബിൽ നിന്ന് ബാപ്പ ഇസ്മായിലേക്കും ഇസ്മായിലിൽ നിന്ന് ഇബ്രാഹിമിലേക്കും കണക്ഷനുള്ളൊരു പുതിയ മതമാണ് ഷീഈ മതം എന്ന് പറയുന്നത്. അതിന്റെ ആധുനിക ആസ്ഥാനം ഇറാനാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തനി കുഫ്റും ശിർക്കും ദലാലത്തും ബിദ്അത്തും ദുൽമുമാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ചരിത്രം പഠിച്ചേ പറ്റൂ. ഇനിയും ചരിത്രം നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ വല്ലാഹി നമുക്ക് ദീനുൽ ഇസ്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. സലഫി പണ്ഡിതന്മാരായാലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിബുവത്തിന് മുമ്പ് ലോകത്ത് ലലാലത്ത് ഉണ്ടാക്കുന്നതിന് ആദ്യമായി ഉണ്ടാക്കിയ സുന്നത്തവന്റെ നടപടിക്രമം പുരോഹിതന്മാര് സമൂഹത്തെ നയിക്കുക എന്നതാണ്. അങ്ങനെ പുരോഹിതന്മാർ 5 ഔലിയാക്കളുടെ ജാറം വെച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ പുരോഹിതന്മാരുടെ അനുയായികളാക്കി മാറ്റിയെടുത്തു. അതിൽ നിന്നാണ് ഇറാഖ് ഭരിക്കുന്ന ഭരണകൂടം നിലവിൽ വരുന്നത്. പുരോഹിതന്മാര് സമ്പത്തിന് വഴിയുണ്ടാക്കി കൊടുത്തു ജാറങ്ങൾ. ആ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഭരണകൂടം നിലവിൽ വന്നു. പുരോഹിതന്മാരും ഭരണാധികാരികളും ജാറങ്ങൾ വെച്ചുകൊണ്ട് ലലാലത്ത് പൊടിപൂരം നടത്തുമ്പോൾ ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. അപ്പോഴാണ് നൂഹ് നബി അലൈഹി റസൂലായിട്ട് വരുന്നത്. റിസാലത്ത് ചരിത്രത്തിന്റെ 1ാമത്തെ റസൂൽ നൂഹ് നബിയാണ്. എന്ന് വെച്ചാൽ നൂഹ് നബിക്ക് മുമ്പ് ലലാലത്ത് ലോകത്തുണ്ടായിട്ടില്ല എന്നർത്ഥം. ഉണ്ടായിട്ടുണ്ട്, ലലാലത്ത് ഉണ്ടായിട്ടില്ല, തീർച്ച. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആദം നബിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം നബി അലൈഹി വസല്ലമിന്റെ 10 തലമുറ മക്കൾ മുഴുവനും തൗഹീദിലാണ്. അതുകൊണ്ട് വേറെ ഒരു സംവിധാനമോ ലോകത്ത് വേണ്ടി വന്നിട്ടില്ല. ആ സംവിധാനത്തിൽ നിന്ന് ആദം നബി അലൈഹി വസല്ലമിന്റെ മക്കളെ 11ാമത്തെ തലമുറയിൽ പുരോഹിതന്മാര് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ മരിച്ചുപോയ വദ്ദുസുവായിനെ പോലെയുള്ള ഔലിയാക്കളുടെ ഖബറ് മോടി പിടിപ്പിച്ച് പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് ജാറത്തിലേക്ക് പോയി ഇലാഹത്ത് പറയാൻ പഠിപ്പിച്ചത് നൂഹ് നബി വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പുരോഹിതന്മാരായിരുന്നു. ആ പുരോഹിതന്മാരുടെ സഹായത്തോടുകൂടിയാണ് ഇറാഖിൽ അന്ന് ഭരണാധികാരം വരുന്നത്. ഈ 2 സമൂഹത്തെയും നയിക്കാനാണ് നൂഹ് നബി റസൂലായിട്ട് വരുന്നത്. ഞാൻ പലപ്പോഴും ചോദിച്ചൊരു വിഷയമുണ്ട്. അള്ളാഹു ഖുർആൻ ഷരീഫിൽ സൂറത്ത് നൂഹ് തുടങ്ങുന്നത് ഇന്നാ അർസൽനാ നൂഹൻ, തീർച്ചയായും നൂഹിനെ നാം റസൂലാക്കി നിയോഗിച്ചു.
ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിനാണ് നിയോഗിച്ചത്? അൻ അൻദിർ ഖൗമക, ഓ നൂഹ്, നിന്റെ ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് കൊടുക്കണം, താക്കീത് കൊടുക്കണം. മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നതിനു മുമ്പ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഉലമാക്കളോടടക്കം ചോദിക്കട്ടെ, ഇവിടെ നൂഹ് നബിയോട് പറഞ്ഞ ആ വേദനാജനകമായ ശിക്ഷക്കെതിരായിട്ടുള്ള മുന്നറിയിപ്പിന് ആധാരമായി കൊണ്ട് നൂഹ് നബിന്റെ ഖൗമ് എന്ത് തെറ്റാണ് ചെയ്തത്? അവർ നിസ്കരിക്കാതിരുന്നോ? വല്ലാഹി അവർ നിസ്കാരക്കാരാണ്, അവർ നോമ്പുകാരാണ്, അവർ ദിക്ർ തസ്ബിഹാത്തുകൾ നിർവഹിക്കുന്നവരാണ്. മസ്ജിദുകൾ, പള്ളികളും പള്ളിയിലെ ഇമാമിയങ്ങളും ഖത്തീബുമാരും ആണ്. ആദമി പാരമ്പര്യം അനുസരിച്ച് കൃകൃത്യമായി മുസ്ലിമായി ജീവിക്കുന്നവരാണ് അവർ. അവരുടെ ചരിത്രത്തിൽ ഒരു ജീർണത, എന്തെങ്കിലും ഒരു തെറ്റ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു മനുഷ്യന് തെറ്റാത്ത എന്തെങ്കിലും ഒരു അപകടം, എന്തെങ്കിലും ഒരു ജീർണത, എന്തെങ്കിലും ഒരു മോശക്കരം, എന്തെങ്കിലും ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ താരീഖ് കൊണ്ടോ നൂഹ് നബിന്റെ ഖൗമിനുണ്ട് എന്ന് തെളിയിക്കാൻ ഇന്നേ വരെ ഒരു കുട്ടിയും തയ്യാറായിട്ടില്ല. എങ്കിൽ ഏത് വിഷയത്തിലാണ് മുന്നറിയിപ്പ്? അപ്പൊ മനസ്സിലാക്കില്ലേ പറ്റും. ഒരു കഥ പറയും പോലെ പറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ. ഈ അൻവിർ ഖൗമക്, ഓ നൂഹ്, നിന്റെ ഖൗമിന് നീ മുന്നറിയിപ്പ് കൊടുക്കണം. എന്താണ് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്? അവര് കള്ളൂടിയന്മാരായിരുന്നോ? അവര് ചെയ്യുന്നവരായിരുന്നോ? അവര് വേറെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, ഫാഹിഷകൾ? ലൂത്ത് നബിന്റെ ഖൗമിന്റെ തെറ്റ് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ശുഐബ് നബിന്റെ കാലത്തുള്ള തെറ്റ് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. മൂസ നബിന്റെ കാലത്തുള്ള തെറ്റ് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൂദ് നബിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. സാലിഹ് നബിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈസ നബിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോഴെല്ലാം ആ നടുത്തുള്ള പ്രാദേശികമായ ജീർണതകളും കൂടി അല്ലാഹു തആല പറയാറുണ്ട്. നൂഹ് നബിന്റെ ഖൗമിനെ സംബന്ധിച്ച് എന്ത് ജീർണതയാണ് പറഞ്ഞത്? വല്ലാഹി ഒന്നും പറഞ്ഞിട്ടില്ല. അവരാകെ ചെയ്ത മുന്നറിയിപ്പിന് നിദാനമാകുന്ന, കെട്ടുകെട്ടുത്ത ശിക്ഷ വരുമെന്ന മുന്നറിയിപ്പിന് നിദാനമാകുന്ന ഒരേ ഒരു തെറ്റ്, 5 ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞു എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ, ഞാൻ തിരുത്താം. ഞാൻ ഇന്നൊന്നും തുടങ്ങിയതല്ലല്ലോ ഇത് പറയാൻ. വർഷങ്ങളോളമായി എന്ത് ജീർണതാണ്, എന്ത് മുന്നറിയിപ്പാണ്, എന്ത് ശിക്ഷയാണ് ഇവർക്ക് വരാൻ? എന്ത് കാരണത്താലാണ് ശിക്ഷ, ഇത്രയും കടുപ്പപ്പെട്ട ശിക്ഷ വരാൻ നൂഹ് നബിന്റെ ഖൗമ് ചെയ്ത തെറ്റെന്താ? മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, ഖുർആന്റെ വാക്കാണ്. മിൻ ഖബിലി അൻ യഅതിയഹും, അവർക്ക് വരുന്നതിനു മുമ്പ്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ്, അവരെ ഞാൻ ഒന്നടങ്കം ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് തിരുത്താൻ വേണ്ടി പറ നൂഹേ എന്നുമായിട്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിയെ റസൂലാക്കി അയക്കുന്നത്. എന്താണ് അവർ തിരുത്തേണ്ടത്? പഠിച്ചോ, ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചോ. ഞാൻ എന്നും ചോദിക്കുന്ന ചോദ്യമാണല്ലോ ഇത്. പഠിക്കും. ഇന്ന തെറ്റായിരുന്നു നൂഹ് നബിന്റെ ഖൗമ് ചെയ്തുകൊണ്ടിരുന്നത്, ആ തെറ്റ് തിരുത്താനായിരുന്നു നൂഹ് നബി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതാ ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ചരിത്ര താരീഖ് കൊണ്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞതാ. ഇന്ന തെറ്റായിരുന്നു അവർ ചെയ്തത്, ഈ 5 ജാറങ്ങളല്ലാത്ത വേറെ ഇന്ന തെറ്റായിരുന്നു അവർ ചെയ്തത്, നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞതാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് കൊടുത്ത ദൗത്യം നിർവഹിച്ചു. ഭരണാധികാരികൾ നൂഹ് നബിക്ക് എതിരായിട്ട് നിന്നു. ഇവിടെയാണ് ഭരണകൂടത്തിന്റെ ജോലി ആരംഭിക്കുന്നത്. ദുനിയാവിൽ, ഭൂമിയിൽ ഭരണകൂടത്തിന്റെ ജോലി ആരംഭിക്കുന്നത് ഇവിടെയാണ്. എന്താണ് ഭരണകൂടത്തിന്റെ ജോലി? പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് തൗഹീദിനും റിസാലത്തിനും എതിരായിട്ട് പരിശ്രമിക്കുക. എന്താണ് ഭരണകൂടത്തിന്റെ ജോലി? എക്കാലത്തും, ഏത് കാലത്തെ പരിശോധിച്ചു നോക്കി, ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഒരു ഭരണത്തെ സ്ഥാപിച്ച ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്കും സുലൈമാൻ നബിന്റെ ബാപ്പ ദാവൂദ് നബിനും അധികാരം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭൂലോകം മുഴുവനും ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തു. ജിന്നുകളെ വിട്ടുകൊടുത്തു, കാറ്റിനെ വിട്ടുകൊടുത്തു, പക്ഷികളെ വിട്ടുകൊടുത്തു. വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാര വ്യാപ്തിയെ പറ്റിയാണ് പറഞ്ഞത്. ഭൂലോകത്തുള്ള മുഴുവൻ അസ്ബാബുകളെയും നൂഹ് നബിക്ക് സ്വന്തമാക്കി കൊടുത്തു. ഭൂലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാക്കി കൊടുത്തു. പക്ഷേ ആ അധികാരം വെച്ചുകൊണ്ട് സുലൈമാൻ നബിക്ക് ഭൂലോകത്ത് മുഴുവനും തൗഹീദ് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. നൂഹ് നബി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഭൂലോകം മുഴുവനും മുസ്ലിമായിരുന്നു എന്ന്, ഭൂലോകത്ത് ഇസ്ലാം അല്ലാത്ത വേറൊരു സംവിധാനം ഇല്ലായിരുന്നില്ല. മുസ്ലിം മാത്രമേ, തൗഹീദിന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, റിസാലത്തിന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സുലൈമാൻ നബിന്റെ അധികാരത്തിന്റെ പവറാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ, പ്രമാണങ്ങൾ കൊണ്ടുവാ. അല്ലാഹു തആല പറഞ്ഞതാണ് സുലൈമാനും സുലൈമാന്റെ പിതാവായ ദാവൂദിനും അധികാരം
ഇരുമ്പ് ഒരുക്കി കൊടുത്തു, ചെമ്പ് അനുകൂലമാക്കി കൊടുത്തു, പർവ്വതങ്ങളെ അനുകൂലമാക്കി കൊടുത്തു. ഇതെല്ലാം അല്ലാഹു തആല പറഞ്ഞു. നാട് ഭരിക്കാൻ ആവശ്യമുള്ള സകല അസ്ബാബുകളെയും സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷേ സുലൈമാൻ നബിക്കോ ദാവൂദ് നബിക്കോ അത് വെച്ചുകൊണ്ട് ലോകത്തും 100% ഹിദായത്തും ഇസ്തിഖാമത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനം സുലൈമാൻ നബി അള്ളാഹിനോട് പറഞ്ഞു, എനിക്കറിയാം എനിക്കറിയാം ഈ അധികാരം എനിക്ക് തന്നത്, ഈ വസ്തുക്കൾ എനിക്ക് കീഴ്പ്പെടുത്തി തന്നത്, ഈ ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തി തന്നത് എനിക്ക് ശുക്റുണ്ടോ അതോ ഞാൻ ശുക്ർ ചെയ്യാത്ത നന്ദി കെട്ടവനാകുമോ എന്ന് പരിശോധിക്കാനാണ് എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു. ഇതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് എന്റെ അള്ളാഹുവാണ് വിഷയം. അതല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം പറഞ്ഞത്? അതോ അധികാരം ഉപയോഗിച്ച് ലോകം മുഴുവൻ ഇസ്ലാം ഉണ്ടാക്കിയോ? ലോകം മുഴുവനും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചോ? ആ അധികാരം വെച്ചുകൊണ്ട് ഭൂലോകത്ത് 100% മുസ്ലിമീങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുത്തു. അല്ലാഹു സുലൈമാൻ നബി ഫലസ്തീനിൽ തന്നെ 100% മുസ്ലിമാക്കാൻ സുലൈമാൻ നബിക്ക് കഴിഞ്ഞോ? ആ സന്ദർഭത്തിലെ സബയിലെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ സൂര്യചന്ദ്രാദി നക്ഷത്രാദിഗോളങ്ങളെ ആരാധിക്കുന്നവരൊക്കെ അധികാരം ഉപയോഗിച്ച് സബയിലെ രാജ്ഞിയെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ക്ഷണിക്കുന്നതും വരുന്നതും മുസ്ലിമാകുന്നതും ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ ഖുർആനിലുണ്ടല്ലോ. 100% ഭൂലോകത്തെ ഹിദായത്തിലാക്കാൻ, ഭൂലോകത്തുള്ള മനുഷ്യനെ ഹിദായത്തിലാക്കാൻ ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബിക്ക് കഴിഞ്ഞോ? അപ്പൊ അല്ലാഹു തആല സുലൈമാൻ നബിയെയും ദാവൂദ് നബിയെയും രാജാവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജാധികാരം കൊണ്ട് ഈ ദീനിന്റെ പേരിൽ ഒരു ചുക്കും ചെയ്യാൻ ഭരണാധികാരികൾ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലേക്ക് വാ. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് ഇസ്രായേലി ഖൗമ് പൂർവികന്മാരായ ഇസ്ഹാഖ് നബിന്റെയും യാക്കൂബ് നബിന്റെയും ഇസ്ഹാഖ് നബിന്റെയും ഇസ്മായിൽ നബിന്റെയും പാരമ്പര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അന്നവര് മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഈ മില്ലത്തും ശരീഅത്തും അനുസരിച്ച് ഇസ്ഹാഖിന്റെ തർത്തീബിൽ യാക്കൂബിന്റെയും യൂസുഫിന്റെയും വഴിയിലെ ഇസ്രായേലി സമൂഹം ജീവിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞപ്പോഴല്ലേ ആ സമൂഹത്തിൽ പുരോഹിതന്മാരുണ്ടാകുന്നത്, ഇസ്രായേലി പുരോഹിതന്മാർ. ആ പുരോഹിതന്മാരല്ലേ പൂർവികന്മാരായ അമ്പിയാക്കളെ ഖബറ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈജിപ്തിലെ ജനങ്ങളെ അങ്ങോട്ട് വഴിതെറ്റിച്ചത്? അതിൽ നിന്നല്ലേ കിബുത്തി വംശജനായ അധികാരത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഫറോവ സാമ്രാജ്യത്വ ശക്തികൾ ഈ പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് ഈജിപ്ത് ഭരിക്കാൻ തുടങ്ങിയത്? അല്ലേ? പുരോഹിതന്മാരല്ലേ ഈജിപ്തിലെ ഫറോവ ഭരണാധികാരികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്തത്? ഇബ്രാഹിം നബിന്റെ ശരീഅത്തും ഇസ്ഹാഖ് നബിന്റെ ശരീഅത്തും യാക്കൂബ് നബിന്റെ ശരീഅത്തും വെച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നില്ലേ അവർ? ആ കൂട്ടത്തിലുള്ള മൗലാനമാരും ശൈഖുനമാരുമല്ലേ പുതിയൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തത്? ആ സമൂഹത്തെ വെച്ചുകൊണ്ടല്ലേ ഫറോവ രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിക്കാൻ തുടങ്ങിയത്? അവരിലേക്കല്ലേ അല്ലാഹു തആല മൂസാ നബിയെ റസൂലാക്കി അയച്ചത്? അല്ലേ? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലാക്കി അയക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ പാരമ്പര്യത്തിനെതിരായിട്ട് ജീവിച്ചവരെ ഭരണകൂടത്തെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുകയായിരുന്നില്ലേ? ഭരണകൂടത്തെ 2 ആവശ്യങ്ങൾക്കല്ലേ അല്ലാഹു തആല ഉപയോഗിച്ചത്? ഒന്ന്, മുഅ്മിനീങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവരെ ശിക്ഷിക്കാനും പീഡിപ്പിക്കാനുമുള്ള ഭരണാധികാരികൾ. 2, ഇസ്ലാമിലേക്ക് സമൂഹം തിരിച്ചു വരുമ്പോൾ ഭരണാധികാരികളെ ഒന്നടങ്കം നശിപ്പിച്ചൊരു പുതിയ യുഗമുണ്ടാക്കുന്ന സംവിധാനം. ഇത് 2 ഭരണാധികാരികളെ കൊണ്ടല്ലേ അല്ലാഹു തആല ജയിപ്പിച്ചത് ലോകത്ത്? അല്ലേ? ഫറോവന്റെ നേതൃത്വത്തിൽ ഇസ്രായേലി സമൂഹത്തിലെ പുരോഹിതന്മാരെ വെച്ചുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെയും ആകാശത്തിൽ ഉദിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദിഗോളങ്ങളെയും ആവശ്യ പൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്ന ആത്മീയ ശക്തികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ആ തെറ്റിദ്ധാരണ നടപ്പിലാക്കുന്നതിന് ഫറോവ ശക്തികൾ അധികാരം നടത്തുകയും അങ്ങനെ പുരോഹിതന്മാരും ഭരണകൂടവും ഒരുമിച്ച് കൂടി ഇസ്രായേലി സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വരാത്ത ഇസ്രായേലി സമൂഹത്തെ, ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഭരണകൂടത്തെ വെച്ചുകൊണ്ട് ശിക്ഷിക്കുകയായിരുന്നില്ലേ കാലങ്ങളോളം? ഇസ്രായേലി സമൂഹം ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി, ഹിദായത്ത് സ്വീകരിക്കാൻ തുടങ്ങി. ഇബ്രാഹിമി തരീഖയിലേക്ക് മടങ്ങി, ഇസ്മായിലി തരീഖയിലേക്ക് മടങ്ങി, അതേപോലെ തന്നെ ഇസ്ഹാഖി തരീഖ, യാക്കൂബി തരീഖയിലേക്ക് മടങ്ങി. അതിന് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലാക്കി അംഗീകരിച്ചു. അവര് മുസ്ലിമീങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അവർക്ക് വേണ്ടി അതേ ഫിർഔനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയല്ലേ ചെയ്തത്? അല്ലേ? ഇപ്പം ഭരണാധികാരികളുടെ ഫുൾ കൺട്രോൾ ആരെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അവരെ മോമിനീങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുന്നതും അള്ളാഹുവാണ്, മോമിനീങ്ങൾക്ക് എതിരാക്കിയെടുക്കുന്നതും അള്ളാഹുവാണ്. ഫറോവ ശക്തികളെ എതിരാക്കിക്കൊണ്ട് അല്ലാഹു തആല ഇസ്രായേലി സമൂഹത്തെ ശിക്ഷിച്ചു. മുസ്ലിമീങ്ങളായി മോമിനീങ്ങളായപ്പോൾ അതേ ഫറോവ ശക്തികളെ അതേ അള്ളാഹു തന്നെ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. തുടർന്ന് ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലേക്ക് വാ.
ഖുറൈശി സമൂഹം ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? ഇസ്മായിലി മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? 4000 കൊല്ലത്തോളം തൗഹീദല്ലാത്ത മറ്റൊന്നുകൾ ഉണ്ടായിരുന്നോ കഅബാലയത്തിന്റെ അടുക്കൽ? ഇബ്രാഹിമിന്റെ റിസാലത്തും ഇസ്മായിലിന്റെ നുബുവത്തുമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കഅബാലയത്തിൽ? 500 നബിതങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് അഞ്ചാമത്തെ ഉപ്പൂപ്പ, അതായത് അഞ്ചാമത്തെ ഉപ്പാപ്പയായ ഖുസൈന്റെ കാലഘട്ടത്തിൽ ഖുസായി ഗോത്രക്കാരനായ അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഖുസായി ഗോത്രക്കാരനല്ലേ ആദ്യമായിട്ട് ജാറം സ്ഥാപിക്കുന്നത് കഅബാലയത്തിന്റെ അടുത്ത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെച്ചുകൊണ്ടല്ലേ ഖുറൈശികളെ തകർക്കാൻ തുടങ്ങിയത്? മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുമ്പോഴേക്കും 100 ചില്ലാനം ജാറങ്ങളെ ഉണ്ടാക്കിയെടുത്തില്ലേ ഖുറൈശി സമൂഹം? 4000 കൊല്ലത്തോളം നിലനിന്ന തൗഹീദി സംവിധാനം തകർത്ത് തൗഹീദിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാറങ്ങളെ ഉണ്ടാക്കി ഖുറൈശി കൂട്ടം ആ വഴിക്ക് സഞ്ചരിച്ചപ്പോൾ ഫഅർസലല്ലാഹു ഇലൈഹിം മുഹമ്മദൻ റസൂലാ. ഇതിന്റെ ചരിത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം ഭരണാധികാരികൾ ഒരുമിച്ചുകൂടി. റോമിലെ ക്രിസ്ത്യൻ ഭരണകൂടം, പേർഷ്യയിലെ മജൂസി ഭരണകൂടം, ഖൈബറിലെ ജൂത ഭരണകൂടം, മക്കയിലെ മുശ്രിക്ക് ഭരണകൂടം, ഈ 4 ഭരണകൂടങ്ങളും 4 മതക്കാരും സംയുക്തമായി ചതുർമതങ്ങൾ ഉണ്ടാക്കി, ചതുർമത സഖ്യമുണ്ടാക്കി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കെതിരായിട്ട് നിന്നില്ലേ? ഖുറൈശി പ്രമാണിമാരടക്കം ഇസ്ലാമിലേക്ക് വരികയും തൗഹീദിന്റെ ശക്തികളായി മാറുകയും ചെയ്തപ്പോൾ എന്താണ് അല്ലാഹു തആല ചെയ്തത്? ആ ഭരണാധികാരികളെ മുഴുവനും കൈകാര്യം ചെയ്ത് ഇസ്ലാമിക സമൂഹത്തിന് സഹായമാക്കി കൊടുത്തില്ലേ അല്ലാഹു തആല? ഇസ്ലാമിനെ കൊല്ലാൻ പ്രവാചകനെ കൊല്ലാൻ മെനക്കെട്ട റോമിൻ ഇസ്ലാമിന്റെ കയ്യിൽ, ഇസ്ലാമിനെ കൊല്ലാൻ മെനക്കെട്ട പേർഷ്യൻ ഇസ്ലാമിന്റെ കയ്യിൽ, ഇസ്ലാമിനെ കൊല്ലാൻ മെനക്കെട്ട ഖൈബറിൻ ഇസ്ലാമിന്റെ കയ്യിൽ, ഇസ്ലാമിനെ കൊല്ലാൻ മെനക്കെട്ട കഅബാലയുമായി ബന്ധപ്പെട്ട ഹിജാസിന്റെ അധികാരം ഇസ്ലാമിന്റെ കയ്യിൽ. രണ്ടും ചെയ്ത അല്ലാഹു അല്ലേ? ഭരണകൂടത്തിന്റെ വല്ല ഇടപെടലുണ്ടോ ഇക്കാര്യത്തിൽ? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ചരിത്രം ഇങ്ങോട്ട് ലോകത്തിന്റെ അബ്ദുല്ലാഹിബ്നു സബ 2 സംഭവം ഉണ്ടാക്കി. അബ്ദുല്ലാഹി സബ എന്ന ജൂതനെ കൊണ്ട് ഒറിജിനൽ ജൂതൻ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു പുതിയ മതമുണ്ടാക്കി. ആ മതത്തിന്റെ നായകനായി അബ്ദുല്ലാഹി സബ ആയിരുന്നു. എന്താണ് ആ പുതിയ മതം? അലി റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അലിയെ തൃപ്തിപ്പെടുത്തിയെങ്കിലേ ഭൂമിയിലെ വിഭവങ്ങൾ നമുക്ക് സുഖമായി കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് അല്ലാഹുവിൽ നിന്ന് അലിയിലേക്ക് സാധാരണക്കാരന്റെ മനസ്സ് മാറ്റി പുരോഹിതന്മാരെ ഉപയോഗിച്ച് അങ്ങനെയല്ല ഒരു പുതിയ മതം ലോകത്തുണ്ടാകുന്നത്, ഷീഈ മതം. ഇന്ന് ഇറാന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവിഡ മതം പോലെ, ക്രിസ്ത്യൻ മതം, ആര്യമതം പോലെ, ജൂതമതം പോലെ, ക്രിസ്തുമതം പോലെ ഷീഈ മതം ഇന്ന് ലോകത്ത് ഏതാണ്ട് 98% മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരെയും സ്വീകരിച്ചുകൊണ്ട് ലോകത്തൊരാധിപത്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ? അതിനെതിരായിട്ടുള്ളവരെല്ലാം കൊന്നൊടുക്കി, അഹ്ലുസുന്നയെ കൊന്നൊടുക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നവരെ കൊന്നൊടുക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുല്ലാഹ് എന്ന് പറയുന്നവരെ ജീവിക്കാൻ വിടുന്ന ഒരു ദുഷിച്ച ജൂത തുണികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രൂരമായ ഇടപെടൽ. തിരിയാൻ ഇനിയും സമയമെടുക്കും ഇൻഷാ അല്ലാഹ്. മനസ്സിലാവാൻ, തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കും. കുറച്ചും കൂടി കഴിയട്ടെ. തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഉമ്മത്തിന് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വന്നില്ലേ ഇന്ത്യ രാജ്യത്തിലേക്ക്? ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം കാലുകുത്തിയ രാജ്യത്തെ അല്ലാഹു തആല ചരിത്രത്തിന്റെ ഭാഗമാക്കിയില്ലേ? ഇല്ല കൂട്ടരെ. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശബ്ദമായിരുന്നില്ലേ ഇന്ത്യയിൽ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് പഠിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിനെ ആയിരുന്നില്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ജലൂലുദ്ദീൻ മഖ്ദൂമി എഴുതി വെച്ചതുപോലെ ഹജ്ജ അബുൽ ബശരി ആദം മിനൽ ഹിന്ദി 40 മാഷിയൻ 40 ഹജ്ജ, 40 തവണ കാൽനടയായി ഇന്ത്യയിൽ നിന്ന് മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് എഴുതി വെച്ചത് ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഷാഫി ഫിഖിന്റെ കിതാബിൽ ഇപ്പോൾ നിലനിൽക്കുകയല്ലേ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഉമ്മത്ത് അല്ലേ? അതിൽ നിന്ന് പിന്നീട് ദ്രാവിഡ സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യ സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുഗൾ സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ലേ, ഷീഈ സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് സ്വതന്ത്രമായ സെക്യുലർ ഡെമോക്രസി സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നില്ലേ 70 കൊല്ലമായിട്ട് ഇന്ത്യ രാജ്യം? എപ്പോഴെങ്കിലും നിലനിന്നിട്ടുണ്ടോ വല്ലതും? ഈ രാജ്യത്തിന്റെ അധികാരം ആജീവനാന്തമായിട്ട് തല മുതൽ വാല് വരെ ഒന്ന് തന്നെ നിലനിൽക്കുകയായിരുന്നു ചെയ്തത്. ഈ കാലഘട്ടത്തിൽ മാറി വന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് പഠിച്ചവരായിരിക്കുമല്ലോ. ഇന്ത്യൻ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഹിസ്റ്ററി പഠിച്ചവരല്ലേ നമ്മൾ. ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്താണ്? 3 സംവിധാനമാണ് ലോകത്ത് നിലവിലുള്ളത്, ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത്. ഒന്ന്
ഹിന്ദു മതാധിപത്യത്തെ ആധികാരികമായി കണ്ടുകൊണ്ടുള്ള ഒരു ജനാധിപത്യ മതേതരത്വ സംവിധാനം, കമ്മ്യൂണിസ്റ്റ് മതാധിപത്യത്തെ ആധികാരികമായി കണ്ടുകൊണ്ടൊരു ജനാധിപത്യ മതേതരത്വ സംവിധാനം, സാക്ഷാൽ സെക്യുലറിസത്തെ മതമില്ലാത്ത എല്ലാ മതത്തെയും അംഗീകരിക്കുന്ന സെക്യുലർ സംവിധാനമായിട്ട് വേറൊരു സംവിധാനം. അങ്ങനെ 3 സംവിധാനമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലിരിക്കുന്നത്. ആ 3 സംവിധാനത്തിൽ ഏത് സംവിധാനം കൊണ്ടാണ് ഇവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആധികാരികത എന്താ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ഉലമാക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഭരണഘടന കൊടുത്ത ഉറപ്പനുസരിച്ചാണ് നാം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിലെ വ്യവസ്ഥ? ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അധികാരം മാത്രമാണ് തെരഞ്ഞെടുത്തയക്കുന്ന എംപിമാർക്കുള്ളത്. ആദർശം പൂർത്തിയാക്കാനുള്ള അധികാരം വ്യക്തികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിൽ എംപിമാർക്ക് ഇടപെടാൻ അവകാശമില്ല, പാർലമെന്റിന് ഇടപെടാൻ അവകാശമില്ല. അതിന് പാർലമെന്റ് ഭരണഘടന അനുസരിച്ച് രാജ്യത്തിലെ ജനങ്ങളെ ആവശ്യം മാത്രം നോക്കിയാൽ മതി. ആദർശം വ്യക്തികൾക്ക് വിട്ടുകൊടുത്താൽ മതി. അതിന് വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്, മതസ്വാതന്ത്ര്യം എന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും വ്യക്തികൾക്ക് ഭരണഘടന വിട്ടുകൊടുത്ത അതിന് അവരുടെ ആദർശപരമായ അവകാശമാണ്. അതേ സന്ദർഭത്തിൽ തെരഞ്ഞെടുത്തിട്ട് അയക്കുന്നവരുടെ ജോലി എന്താണ്? ഇവിടെ ജീവിക്കുന്ന 140 കോടി മനുഷ്യരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ആധികാരികത, ശറഅത്തും. നിങ്ങൾ ചിന്തിച്ചു പോയ ഇസ്ലാമിനൊരു ബന്ധവുമില്ല ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന് എന്ന്. ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ദീനുൽ ഇസ്ലാമിനൊരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും ഉത്തരവാദിത്തം നിർവഹിക്കുക എന്താണ് ഇവിടുത്തെ മുസ്ലിംകൾക്ക് നിർവഹിക്കാനുള്ളത്. എന്താണ് ഉത്തരവാദിത്തം? 1947 സ്വാതന്ത്ര്യം കിട്ടുകയും 50ഓടുകൂടി ഒരു പരമാധികാര സെക്യുലർ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ഞങ്ങൾ ജീവിച്ചോളാമെന്ന് നാം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. ആ ഉറപ്പ് ലംഘിക്കാൻ നമുക്ക് അവകാശമില്ല. യാ അയ്യുഹന്നാസ് ഔഫൂ ബിൽ ഉഖൂദ്, ഓ മനുഷ്യരെ നിങ്ങൾ ഉറപ്പ് പാലിച്ചു കൊള്ളണം, കരാറ് പാലിച്ചു കൊള്ളണം. കരാറ് പിൻവലിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായി അവകാശമില്ല, സംഘടനക്ക് സ്വന്തമായിട്ട് അവകാശമില്ല, ഉലമാക്കൾക്ക് സ്വന്തമായി അവകാശമില്ല. എപ്പോൾ വരെ ഒന്നിക്കിൽ ഭരണകൂടം ഈ ഭരണഘടനയെ മാറ്റി വേറൊരു ഭരണഘടന ഉണ്ടാക്കി അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ 1947, 50 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ഉറപ്പ് ഞങ്ങൾ ഇതാ പിൻവലിക്കുന്നു. ഈ ഭരണഘടനക്കല്ല ഞങ്ങൾ ഉറപ്പ് തന്നിരിക്കുന്നത്. അപ്പോഴേ ഉള്ളൂ കൂട്ടരെ വിപ്ലവം, അപ്പോഴേ ഉള്ളൂ വിപ്ലവം. അതുവരെയും ആ ഭരണഘടന നിലനിൽക്കുന്ന കാലം വരെയും ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് കൂട്ടരെ നമുക്ക് ഈ തന്നിരിക്കുന്നത്. എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഹിന്ദു മതാധിപത്യത്തെ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിലെ സെക്യുലറിസം പറയുന്ന ഫാസിസ്റ്റ് സമൂഹം, കമ്മ്യൂണിസത്തെ പരിഗണിച്ചുകൊണ്ട് സെക്യുലറിസം പറഞ്ഞ് മറ്റ് മതങ്ങളെ ത്യജിക്കുന്ന ഇടതുപക്ഷ സമൂഹം, എല്ലാ മതങ്ങൾക്കും അവരുടേതായ രീതി അനുസരിച്ച് ജീവിക്കാമെന്ന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ട് സെക്യുലർ ഡെമോക്രസി സമൂഹം, അങ്ങനെ 3 സമൂഹമുണ്ട്. ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കാൻ മുഅ്മിനീങ്ങൾക്ക് അവകാശമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യും. അതിന് മറുപടി പറയാൻ ഒരുങ്ങിക്കൊണ്ടാവട്ടെ ഇന്നത്തെ വോട്ട്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം لي ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം 2 പ്രശ്നങ്ങളാണ് മനസ്സിൽ അലട്ടുന്നത്. മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്വം, മുവഹ്ഹിദുകളുടെ ഉത്തരവാദിത്വം. മറ്റാർക്കും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വല്ലാഹി കഴിയില്ല. എന്താണ് 2 ഉത്തരവാദിത്വം? അതിലൊന്നാമത്തത് ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത 5 കൊല്ലത്തെ ഭരണം. ഇന്ത്യയിലെ 140 കോടി മനുഷ്യരുടെ മനസ്സ് അള്ളാഹുവിന്റെ കയ്യിലാണ്, കൽബ് അള്ളാഹുവിന്റെ കയ്യിലാണ്. കൽബിനെ തിരിക്കുന്ന മുഖല്ലിബുൽ ഖുലൂബ് അള്ളാഹുവാണ്. അത് അടുക്കള തൊട്ട് അങ്ങാടി വരെയും അള്ളാന്റെ കൺട്രോളിലാണ്, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെയും അള്ളാന്റെ കൺട്രോളിലാണ്, പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെയും അള്ളാഹുവിന്റെ കൺട്രോളിലാണ്. അല്ലാഹ്,
അടുത്ത 5 കൊല്ലം സ്വസ്ഥമായി ജീവിക്കാൻ ആവശ്യമായ അസ്ബാബുകളെ തർത്തീബാക്കി തരാൻ മാത്രം യോഗ്യതകളുടെ കയ്യിൽ ഈ രാജ്യത്തിന്റെ അധികാരം നീ നൽകണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. നാം റമളാനിൽ അള്ളാഹുവിന് കൊടുത്ത ഉറപ്പതായിരുന്നു, അള്ളാഹുവിന് കൊടുത്ത അപേക്ഷ അതായിരുന്നു. രണ്ടാമത്തത്, കാര്യങ്ങളൊക്കെ നീങ്ങി അന്തർദേശീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സ്ഥിതി വേറൊരു വഴിക്ക് പോവുകയാണ്. ഒന്ന്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മാന വ്യഭിചാരി എന്ന് പറയുന്ന ജൂതന്മാരും റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയെ വ്യഭിചാരി എന്ന് പറയുന്ന ഇറാനിയൻ ജൂതന്മാരും, 2 ജൂതന്മാർ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇതിൽ മുഅ്മിനീങ്ങൾക്ക് എന്ത് കാര്യം? 2 ജൂതന്മാർ തമ്മിലാണ് കാര്യങ്ങൾ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒന്ന്, പാരമ്പര്യ ജൂതൻ, അഷ്റഫുൽ ഹഖിന്റെ കാലഘട്ടത്തിലുള്ള ജൂതൻ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ദാനിയത്താണ്, വ്യഭിചാരത്തിൽ ജനിച്ചതാണ് ഈസ നബി എന്ന് വാദിച്ചിട്ടില്ല, എനിക്ക് ജൂതനാകാൻ കഴിയില്ല. രണ്ടാമത്തെ ജൂതൻ മുഹമ്മദ് നബിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ദാനിയത്താണ്. ആ ദാനിയത്തായതുകൊണ്ട് തന്നെ മക്കയുടെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ ആയിഷാന്റെ ഖബർ പൊളിച്ച് ആ ഖബർ തുറന്ന ആയിഷാന്റെ മയ്യിത്തിനെ ഞങ്ങൾ ചാട്ടവാറടിക്കും, ആ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ടെന്ന് ഇപ്പോഴും ഇറാനിലെ ജാമിയ മസ്ജിദിലെ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഖത്തീബുമാർ. ആരാണ് ഏറ്റവും വലിയ ജൂതൻ? ആരാണ് കൂട്ടരെ ഏറ്റവും വലിയ ജൂതൻ? അത് ഷഹാദത്ത് എന്താണ്? ഇന്ന് ഇറാനിൽ നിന്ന് ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ആ ഇറാനി മല്ലന്റെ മുമ്പിൽ പോയിട്ട് ഷഹാദത്ത് പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന അലിയ്യൻ വലിയുള്ളാഹ് വഅശ്ഹദു അന്ന അബൂബക്കർ വഉമർ വആയിഷ വഹഫ്സ ഫിന്നാർ. ഇതല്ലേ ഒരു ഷഹാദത്ത്? ഇത് പറഞ്ഞാൽ അല്ലാണ്ട് ഒരു ചെയ്യാൻ പറ്റുമോ? ആ മതത്തിൽ ചേരാൻ പറ്റുമോ? അള്ളാഹു മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി റസൂലാണ്, അലിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അബൂബക്കറും ഉമറും ആയിഷയും ഹഫ്സയും നരകത്തിലാണ് എന്ന് ഞാൻ അശ്ഹദു സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാതെ ഷിയാക്കളെ ദീൻ സഹിയാകുകയില്ല. ആരാണ് കൂട്ടരെ കടുപ്പപ്പെട്ട ജൂതന്മാർ? ആരാണ് അപകടകാരികളെ ജൂതന്മാർ? ലോകാടിസ്ഥാനത്തിൽ കാസർഗോഡ് മുതൽ ഇറാൻ വരെ, കാസർഗോഡ് മുതൽ ഫലസ്തീൻ വരെ അപകടം പിടിച്ച ജൂതന്മാർ ആരാ? ആരുടെ കയ്യിലേക്ക് വരാനാണ് നാം ആഗ്രഹിക്കുന്നത്? ഇത് 2ഉം ജൂതശക്തികളാണ്. മൂന്നാമത്തൊരു ശക്തിയുണ്ട്, ഫലസ്തീനിലെ പാവപ്പെട്ട അഹ്ലുസുന്നയിലെ മുസ്ലിമീങ്ങൾ. അവരെ കൊന്നൊടുക്കി തീർത്ത് ഷിയാക്കൾക്ക് തീരതി കൊടുക്കാൻ ജൂതൻ കരാറെടുത്തതാണ്. നടന്നിരിക്കും, കാത്തിരുന്ന് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. 98% വികാരത്തിന്റെ അടിമകളാണ്. വിവേകത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷം. പള്ളിയിലെ ഖത്തീബുമാര് പോലും വികാരത്തിന് അടിമപ്പെട്ട് ജൂതന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ അഹ്ലുസുന്നയെ ഇല്ലാതാക്കാൻ ഖത്തീബുമാര് മെനക്കിടന്ന ദുഷിച്ച കാഴ്ചയും കൂടി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് അടക്കം. അള്ളാഹു സകല മുസീബത്തും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി തരട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المقصودين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في بدك وبحرك أجمعين يا رب العالمين. اللهم اعزنا واعز الاسلام والمسلمين. اللهم انصرنا وانصر الاسلام والمسلمين. اللهم الف بين قلوب المسلمين الموحدين. اللهم اصلح ذات بينهم يا رب العالمين. اللهم اذل الشرك والمشركين واذل الكفر والكافرين واذل الالحاد والملحدين اللهم شتت شملهم. اللهم فرق جمعهم. اللهم خالف بين كلماتهم. اللهم زلزل اقدامهم. اللهم خيب ديارهم يا رب العالمين.
اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.